കോട്ടയത്തെ ആകാശപാത വീണ്ടും ചർച്ചയായതോടെ അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പോരും കനക്കുകയാണ്. നാട്ടുകാർക്ക് ഗുണമില്ലാത്ത പദ്ധതിയിലൂടെ സർക്കാരിനുണ്ടായ നഷ്ടം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരിച്ചടയ്ക്കണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. എന്നാൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ CPM ആണ് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കാരണമെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് പ്രതിരോധിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ആകാശപാത നിയമസഭയിൽ വരെ ചർച്ചയായതിനു പിന്നാലെയാണ് കോട്ടയത്തെ CPM കോൺഗ്രസ് പോര് ആരംഭിച്ചത്. ആകാശപാത പൊളിച്ചു നീക്കുന്നതിനാണ് സർക്കാർ താൽപര്യമെന്നറിഞ്ഞതോടെ തിരുവഞ്ചൂരിനെതിരെ ആഞ്ഞടിക്കുകയാണ് CPM ഇപ്പോൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനവസരത്തിൽ അശാസ്ത്രീയമായി പണിത നിർമ്മിതിയാണ് ആകാശപാതയെന്നാണ് CPM പ്രചരണം. മാത്രമല്ല, പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുപ്പ് മുതൽ ലിഫ്റ്റിന്റെ എണ്ണവും ആകാശപാതയിൽ എന്തിന് ആളുകൾ കയറണമെന്നത് വരെയുള്ള 10 ചോദ്യങ്ങളും CPM ജില്ലാ നേതൃത്വം MLAക്ക് മുന്നിൽ നിരത്തുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ വരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെറ്റിദ്ധരിപ്പിച്ചെന്നും CPM ആരോപിക്കുന്നു. എത്ര ചോദ്യങ്ങൾ നിരത്തിയാലും മറുപടി നൽകാമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. CPM പ്രചരണങ്ങളെ തള്ളി തിരുവഞ്ചൂരിനെ സംരക്ഷിക്കാനാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ ആകാശപാതയ്ക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമെതിരെ പ്രത്യക്ഷ സമരങ്ങളും CPM ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതേസമയം കോട്ടയം ജില്ലയിലെ ആകാശപാത നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്നു. നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിഷയം ഉന്നയിച്ചത്. ജനങ്ങളുടെ മുന്നിൽ നോക്കുകുത്തിയായി ആകാശപാത നിൽക്കുകയാണെന്നും ഇക്കാര്യത്തിൽ ദയവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടിരുന്നു. ആകാശപാത 10 വർഷമായി നാടിന്റെ ദുഃഖമായി നിശ്ചലമായി നിൽക്കുകയാണ്. ഗതാഗതക്കുരുക്കിന് പരിഹാരം എന്ന നിലയിലാണ് പദ്ധതിക്ക് MLA ഫണ്ട് അനുവദിച്ചത്. എന്നാൽ ആകാശപാത പദ്ധതി എങ്ങും എത്തിയില്ല. പിണറായി സർക്കാരിന്റെ ഫിനിഷിംഗ് പോയിന്റ് ആകണം പദ്ധതിയുടെ പൂർത്തീകരണം എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. അതേസമയം കോട്ടയം ആകാശപാതയിൽ സർക്കാർ പണം ദുർവ്യയം ചെയ്തെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി പറഞ്ഞിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ആകാശപാത പൂർത്തീകരിക്കുന്നത് അസാധ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോട്ടയത്ത് ആ റോഡിൽ ഉണ്ടാകുന്ന തുടർന്നുള്ള ഫർദർ വികസനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പൊളിച്ചു മാറ്റേണ്ടി വരും എന്നാണ് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അത് ഇത്രയും പണം ചെലവാക്കി ഇത്രയും പണം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. കാരണം റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമല്ല ഈ കാര്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങ് പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് മറുപടി പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും 5 കോടിക്ക് പുറത്ത് ഇനിയൊരു 10-12 കോടി രൂപ കൂടി എടുത്ത് ചിലവാക്കുന്നത് സാധ്യമായ കാര്യമല്ല എന്നാണ് പറയാനുള്ളത്. ഇപ്രകാരം പണിയുന്ന സ്കൈവാക്ക് ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചു വരുന്ന കോട്ടയം നഗരത്തിലെ ഭാവിയിൽ റോഡ് വികസനം വരുന്ന സാഹചര്യത്തിൽ ഉണ്ടായാൽ പൊളിച്ചു മാറ്റേണ്ടി വരും. ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും. ആയതിനാൽ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് കോട്ടയം സ്കൈവാക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുവാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വളരെ ദൗർഭാഗ്യത്തോടെ അറിയിക്കുന്നു. ചെയ്യാൻ പാടില്ലാത്ത വർക്ക് ചെയ്യാൻ പാടില്ലാത്ത വകുപ്പിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു. കോട്ടയത്ത് 5 റോഡുകൾ വന്ന് ചേരുന്ന സ്ഥലത്താണ് ഈ ആകാശപാത സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്തെ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാന റോഡാണ്. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയധികം വാഹനങ്ങളും കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്ന ഒരു സ്ഥലത്ത് ഉറപ്പായും ഭാവിയിൽ റോഡ് വികസനം ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അപ്പോൾ ആകാശപാത പൊളിച്ച് മാറ്റേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ വിശകലന പ്രകാരം 17 കോടിയോളം രൂപ ആകാശപാത പൂർത്തിയാക്കാൻ ആവശ്യമാണ്. അത്രയും തുക ഉപയോഗിച്ച് ഭാവിയിൽ പൊളിച്ചു മാറ്റേണ്ട ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ഇത്തരത്തിലൊരു ക്രമക്കേട് ചെയ്യാൻ പാടില്ലാത്ത ഒരു വകുപ്പ് തനിക്ക് ആവശ്യമില്ലാത്ത പണി ചെയ്യിക്കുകയും പിന്നീട് അങ്ങ് പറഞ്ഞ ചെറിയ ഒരു കാര്യം, ഈ കാര്യം എന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എൻ്റെ മറുപടിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പുറം. ഇപ്പോൾ കേരളം എന്താ കോട്ടയത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മനോരമയ്ക്ക് സംശയമുണ്ടെങ്കിലും ദീപികയ്ക്ക് സംശയമുണ്ടെങ്കിലും ഈ മറുപടി റെക്കോർഡിക്കലാണ്. ഈ മറുപടി പറഞ്ഞ ഒരു കാര്യവും അസത്യമല്ല. അപ്പോൾ കോട്ടയത്തിന് അടുത്തടുത്തൊരു വികസനം വരാൻ പോകുന്നില്ല. PT ചാക്കോയുടെ പ്രതിമയുടെ MG രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത PT ചാക്കോയുടെ പ്രതിമയുടെ പുറത്തായിരിക്കും പൊട്ടി വീഴാൻ പോകുന്നത്. ഇതൊക്കെ അറിഞ്ഞാത്തോടല്ല. കോട്ടയം നഗരത്തിൽ വികസനം വന്നാൽ വിദ്യാർത്ഥി മിത്രം പൊളിക്കേണ്ടി വരും, മുനിസിപ്പാലിറ്റി സ്ഥലം കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതവിടെ നിൽക്കും എന്നങ്ങ് പറയുന്നത് ശരിയല്ല.
വേണ്ടി വന്നാൽ അത് വികസനം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ആവശ്യമെങ്കിൽ തിരുവഞ്ചൂരിന് മുഖ്യമന്ത്രിയെ സമീപിക്കാമെന്നുമാണ് ഗണേഷ് കുമാർ സഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയെ സമീപിച്ചാൽ കാര്യങ്ങൾ അല്പം കൂടെ വ്യക്തമായി പറഞ്ഞു തരുമെന്ന് മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കൊച്ചി ബിനാലേക്ക് വന്ന കലാകാരൻ സ്ഥലം MLA തിരുവഞ്ചൂരിനോടുള്ള ബന്ധം കൊണ്ടുണ്ടാക്കിയ ശില്പമാണെന്നാണ് കരുതിയതെന്നും മന്ത്രി പരിഹസിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഗണേഷ് കുമാറിന്റെ പരിഹാസത്തിനെതിരെ തിരുവഞ്ചൂരും രംഗത്തെത്തിയിരുന്നു. ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ ആക്ഷേപിക്കുകയാണ് മന്ത്രി ചെയ്തതെന്ന് തിരുവഞ്ചൂർ ആരോപിക്കുകയുണ്ടായി. മന്ത്രി ഇങ്ങനെ മറുപടി നൽകൂ എന്ന് അറിയാമായിരുന്നുവെന്നും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇടപെട്ട് നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. സാർ, അങ്ങയുടെ ഒപ്പീനിയൻ ഇതാകുമെന്ന് എനിക്ക് നേരിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹം എന്നോട് പേഴ്സണലായിട്ട് ചില കാര്യം പറഞ്ഞിട്ടുണ്ട്, വേറെ ചിലതും പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല. സാർ, ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സാർ? 5 മെയിൻ റോഡുകൾ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് മനുഷ്യൻ പോകട്ടെ, അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ. സാർ, ആ സംവിധാനം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ് 8 കൊല്ലക്കാലമായി നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ നോക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഗവൺമെൻറ്റും വരികയാണ്. എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ്. സാർ, ഇങ്ങനെ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ആക്ഷേപിക്കുന്ന രൂപത്തിലേക്ക് ഒരു കാഴ്ച അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ ഇടപെടണം. മുഖ്യമന്ത്രി ഇടപെട്ട് നാട്ടുകാരെ രക്ഷിക്കണം. അവിടെയുള്ള സഞ്ചാര സൗകര്യം വർദ്ധിപ്പിച്ചു തരണം. ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് പൊളിച്ചു മാറ്റേണ്ടി വരിക. സാർ, അത് പൊളിച്ചു മാറ്റുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഭൂമി എടുക്കേണ്ടി വരും. ഇത് പൊളിച്ചു മാറ്റുകയാണെങ്കിൽ വിദ്യാർത്ഥി മിത്രം പൊളിക്കണം, അതിനപ്പുറത്തുള്ള പള്ളി പൊളിക്കണം, അതിനപ്പുറത്തുള്ള മറ്റ് സ്ഥാപനങ്ങൾ പൊളിക്കണം, CSI ചർച്ചിൻ്റെ കുറേ ഭാഗങ്ങൾ പൊളിക്കേണ്ടി വരും, മുനിസിപ്പൽ ഓഫീസ് പൊളിക്കണം. സാർ, അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വളരെ ചെറിയ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും അവിടെ ആളുകളുടെ വേദനയും ദുഃഖവും മാധ്യമങ്ങളെല്ലാം എഴുതി സാർ. എല്ലാ മാധ്യമങ്ങളും എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ദീപിക എഡിറ്റോറിയൽ എഴുതി, മനോരമ അതിനെക്കുറിച്ച് ശക്തമായി വാദിച്ചു. സാർ, ഇത്രയുമുള്ള പ്രാധാന്യമുള്ള ഒരു നിർമ്മാണത്തിന് ഇത്ര ഈസി ആയിട്ടൊരു മറുപടി പറഞ്ഞതിൽ വളരെ കഷ്ടമായി പോയി. ഞാൻ എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഉണ്ടാകുമോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെയാണ് ആകാശപാത കോട്ടയത്ത് പണി ആരംഭിച്ചത്. വേണ്ടത്ര ആലോചനയില്ലാതെ തുടങ്ങിയ പണി പൂർത്തിയാകാത്തത് വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ആകാശപാത പൊളിച്ചു മാറ്റുകയോ പണി പൂർത്തീകരിക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. കോട്ടയം നഗരമധ്യത്തിൽ പകുതി പണിത് ആർക്കും ഉപകാരമില്ലാതെ നിർത്തിയിരിക്കുന്ന ആകാശപാതയുടെ തൂണുകൾ തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട്.